ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ എന്നിട്ട് നമുക്ക് നോക്കാം. ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ. 7ാം സീസണിലെ 7ന്റെ പണിയുടെ 7ാം ആഴ്ചയിലെ നോമിനേഷൻ. 7ാം ആഴ്ചയിലെ 7ന്റെ പണിയുടെ 7ാം സീസണിന്റെ 7ാം നോമിനേഷൻ. അപ്പോൾ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രമോ ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിനെയാണ്. ഓക്കെ, അക്ബർ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിനെയാണ്. കാരണം ലക്ഷ്മിക്ക് ഈ ആഴ്ച എന്തായാലും ഒരുപാടധികം നോമിനേഷനിൽ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അവൾക്ക് ഗെയിമില്ല, അതുകൊണ്ട് അവള് കുത്തിത്തിരിമ്പുണ്ടാക്കും. അതെ, ബിന്നിക്ക് പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയാണ് ബിന്നി. ആര്യൻ ജിസേലിന്റെ ബോഡി ഗാർഡോ ഷാഡോയോ പിയോ വാട്ടെവർ. ബിന്നി തിരിച്ചും ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജിസേലിന്റെ പിയോ എന്താണ് പിൻഗാമിയോ ഷാഡോയോ എന്തൊക്കെയോ ആണെന്നാണ് ബിന്നി പറയുന്നത്. ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യം. അതെ, ഷാനവാസ് ഇത്രയും കാലമായിട്ട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ആ നിഗൂഢ സത്യം ഇന്ന് ഷാനവാസ് വെളിപ്പെടുത്താനായിട്ട് പോവാണ്. നോക്കാം. ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിച്ചു. മോശമായി പോയി, വളരെ മോശമായി പോയി. ഇതിനകത്ത് നിൽക്കാൻ അർഹനല്ല എന്നുള്ളത് ഞാൻ പറയുന്നു. ഇതിൽ നിൽക്കാൻ അർഹനല്ലാന്നേ. ഇങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ സാധാരണ എല്ലാരും പറയുന്നതല്ലേ. എന്തെങ്കിലുമൊക്കെ വേണ്ടേ നോമിനേറ്റ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഇന്നൊരു ഇഷ്യൂ വന്നപ്പോ അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു തന്നെ വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യാൻ ഞാൻ കൂട്ടിക്കുന്നില്ല. അതുകൊണ്ട് അഭിലാഷ് മാസായതാണ് അവിടെ. അതായത് ഇന്ന് ആദ്യം ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു, ഷാനവാസും നെവിൻ തമ്മിലുള്ള പ്രശ്നം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷാനവാസ് ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞത്. അത് അഭിലാഷിന് പറ്റിയില്ല. അപ്പൊ അഭിലാഷ് നേരെ പോയി ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു. അപ്പൊ പ്രമോ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി എന്തായാലും നോമിനേഷനിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ബാക്കി ആരൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് പല കാര്യങ്ങൾ പറയാനുള്ള ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.